വലിയ പരീക്ഷണത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഏത് സമയത്തും അൽഹംദുലില്ല പ്രഖ്യാപിക്കാൻ കഴിയാവുന്ന സമാധാനം, അത് ദീനാണ് നൽകുന്നത്, മതമാണ് നൽകുന്നത്. നമ്മുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന നമ്മുടെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള എൻവിഷൻ വിങ്ങിൻ്റെ ഭാരവാഹി ഗഫൂർ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ജീവിതം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ജീവിതത്തിൻ്റെ ഇടവേളയിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. പൊതുവിൽ ഒരാൾക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു സംഗതി, ജീവിതത്തിലൊരു നഷ്ടമുണ്ടാകുമ്പോൾ എങ്ങോട്ടായിരിക്കും അയാളുടെ ചിന്തകൾ കടന്നു പോകുക? ഒരു വേള ആത്മഹത്യാ മുനമ്പിൽ എത്തി നിന്നേക്കാം. ഇവിടെ ഈ 10,000-ങ്ങളെ അവരുടെ മുന്നിൽ നിന്ന് അൽഹംദുലില്ല പ്രഖ്യാപിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അത് മതമാണ്. ആ മതത്തിൻ്റെ വഴിയിലൂടെ, ദീനിൻ്റെ വഴിയിലൂടെ, സൃഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന് അതിലൂടെ സഞ്ചരിക്കുക എന്നതാണ് ഒരു മനുഷ്യൻ, വിശിഷ്യ ഒരു യുവാവ് നിർവഹിക്കേണ്ടത്. നോക്കൂ, യുവത്വം മനുഷ്യജന്മത്തിലെ വസന്തകാലമാണ്. ബാഹ്യ ആന്തരിക അവയവങ്ങളെല്ലാം ശക്തി പ്രാപിക്കുന്ന സമയമാണ്. അത് ലഹരിയിലോ ഫോണിലോ പോണിലോ ഹോമിക്കേണ്ടതല്ല, മറിച്ച് സക്രിയമായി വിനിയോഗിക്കേണ്ടതാണ് എന്ന യുവത്വത്തിനുള്ള ഒരു തിരുത്താണ് ഇവിടെ മുഴങ്ങിക്കേട്ടത്. പുതിയ ചില ആഖ്യാനങ്ങൾ കുടുംബ സംവിധാനങ്ങളെ തകർക്കുകയും വിവാഹം ഒരു ഭാരമാണെന്ന് പ്രചരിപ്പിക്കുകയും വൈവാഹിക ജീവിതത്തിൽ നിന്ന്, കുടുംബ സംവിധാനങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന, തൻ്റെ ലൈംഗികത നിർവഹിക്കുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിന്ന് ലിവിങ് ടുഗദറും ക്രഷും ബെസ്റ്റിയും ലവറുമൊക്കെയായി ജീവിക്കുന്ന ആ സംസ്കാരം മനുഷ്യൻ എന്താണ് നൽകുന്നത്? എന്നാൽ ഒരു യുവാവ് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു കുടുംബ സംവിധാനത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ചാണ് നാം കേട്ടത്. ഒരു മനുഷ്യൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന പൊതുബോധം രൂപപ്പെട്ടു വരുന്ന തരത്തിൽ ഫോണിൻ്റെ ലോകത്ത്, സോഷ്യൽ മീഡിയയുടെ ലോകത്ത് കളഞ്ഞു തീർക്കാനുള്ളതല്ല യുവത്വമെന്നും അത് സക്രിയമായി വിനിയോഗിക്കാനുള്ളതാണ് എന്നുമുള്ള വളരെ വ്യക്തമായ ഒരു തിരുത്തിനാണ്, ഒരു പുതിയ നിർവചനത്തിനാണ് നാം കാതോർത്തത്. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ അനുഭവിക്കുന്ന കാലമാണ്. നമ്മുടെ ലക്ഷ്യത്തെ വിസ്മരിക്കാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ടവരാണ് നമ്മൾ. വരും തലമുറക്ക് മാതൃകകളാകേണ്ട വലിയ ചരിത്രത്തിൻ്റെ സൃഷ്ടിപ്പിന് നേതൃത്വം നൽകേണ്ടവരാണ് നമ്മൾ. നോക്കൂ, ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചരിത്രത്തിൻ്റെ താളുകളെ മനോഹരമാക്കിയ, ചരിത്രത്തിൻ്റെ താളുകളെ സമ്പന്നമാക്കിയ നിരവധി യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ സ്വഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാചകമുണ്ട്. അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ. എൻ്റെ ഉമ്മത്തിൽ, ഈ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുള്ളവൻ അബൂബക്കറാണ്. മതത്തിലെ കർക്കശക്കാരൻ ഉമറാണ്. ഏറ്റവും നല്ല ലജ്ജയുള്ളവൻ ഉസ്മാനാണ്. അങ്ങനെ വിശദീകരിച്ച് പ്രവാചകൻ പറയാണ്, വഅഖ്ലാഹും അലി ഇബ്നു അബീ ത്വാലിബ്. ഏറ്റവും നല്ല ജഡ്ജ് അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകന്റെ വിയോഗ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒരുപക്ഷെ പ്രായമായിരിക്കും. 33 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഹലാലിനെ കുറിച്ച്, ഹറാമിനെ കുറിച്ച് ഏറ്റവും ആഴത്തിൽ അറിവുള്ളയാൾ മുആദ് ബിൻ ജബലാണ്. പ്രവാചകന്റെ മരണസമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം എത്രയാണെന്നറിയാമോ? അദ്ദേഹം 27 വയസ്സുകാരനായിരുന്നു. വഅഫ്റലുഹും സയ്ദ് ബിൻ സാബിത്. പ്രവാചകന്റെ, എൻ്റെ സ്വഹാബത്തിലെ അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ അറിവുള്ളയാൾ അത് സയ്ദ് ബിൻ സാബിത്താണ്.
ആ മഹാനായ സ്വഹാബി വര്യൻ, പ്രവാചകന്റെ എഴുത്തുകാരൻ, ഖുർആൻ ക്രോഡീകരണത്തിന് 2 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്ത സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം ആ പ്രവാചകന്റെ വിയോഗ സമയത്ത് എത്രയാണെന്നറിയാമോ? 23 വയസ്സ് പ്രായമായിരുന്നു. വിജ്ഞാനം കൊണ്ട് ലോകം കീഴടക്കിയ യുവാക്കളുടെ ചരിത്രമാണ് നാം കേൾക്കുന്നത്. ലോകത്തിന്റെ അതിർത്തികളെ മാറ്റിവരച്ച എത്രയോ മഹാരഥന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കടന്നു ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, നീയാണോ രാവ് മുഴുവൻ നമസ്കരിക്കുകയും പകല് മുഴുവൻ നോമ്പെടുക്കുകയും ചെയ്യുന്നത്? അത് ചെയ്യാൻ പാടില്ല. മാസത്തിൽ 3 ദിവസം നോമ്പെടുത്താൽ മതി. ഇന്നി ഉതീഖു ഗൈറ ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്കതിനേക്കാൾ കഴിയും. പ്രവാചകൻ പറഞ്ഞെങ്കിൽ ആഴ്ചയിൽ 3 മതി. ഇന്നി ഉതീഖു ഗൈറ ദാലിക, എനിക്കതിനേക്കാൾ കഴിയും പ്രവാചകരെ. എന്നാൽ സൗമ നബിയില്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ നോമ്പാണ് നിങ്ങൾ എടുക്കേണ്ടത്. അത് ഒരു ദിവസം നോമ്പെടുത്താൽ ഒരു ദിവസം നോമ്പുണ്ടാവുകയില്ല. നോക്കൂ, ആരാധനയിൽ അലിഞ്ഞു ചേർന്ന് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി, റബ്ബിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ആരാധനാ നിരതനായി ജീവിച്ചതിൽ ആസ്വാദനം കണ്ടെത്തുന്ന മഹാനായ ഒരു സ്വഹാബി വര്യന്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തിന്റെ അതിർത്തികളെ മാറ്റിവരച്ച പൂർവീകരുടെ ചരിതങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഉസാമത്ത് ബിൻ സൈദിനെ സംബന്ധിച്ച് ഈ വേദിയിൽ നിന്ന് സൂചിപ്പിക്കപ്പെട്ടു. പ്രവാചകൻ അവസാനം നിയോഗിച്ച സൈന്യത്തിന്റെ സൈന്യാധിപൻ 19കാരനായിരുന്നു. അദ്ദേഹം ആഫ്രിക്കൻ നാടുകളിലേക്ക് കടന്നുപോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം നിർവഹിച്ച് ഇങ്ങനെ തിരിച്ചു വന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലാഹി ലൗ അഅലമു അന്ന വറാഅ ഹാദൽ ബഹരി അർളൻ, അല്ലാഹുവാണേ സത്യം, ഇതാ ഈ തിരമാലകൾ അടിച്ചുയരുന്ന ഈ സമുദ്രത്തിനപ്പുറത്തൊരു ലോകമുണ്ടെങ്കിൽ അതെനിക്കറിയുമായിരുന്നുവെങ്കിൽ ലഖുൽതുൽ ബഅറ ബിഫറസി, ഞാൻ എൻ്റെ കുതിരയുമായി ആ നാടുകളിലേക്ക് കടന്നു പോകും. ഹത്താ ഉഅലിയ അലൈഹാ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നിട്ട് കലിമത്തു തൗഹീദിന്റെ ഉന്നമനത്തിനു വേണ്ടി, അത് ഉയർന്നു കേൾക്കാൻ വേണ്ടി ഞാൻ ആ നാടുകളിലേക്ക് കടന്നു ചെല്ലുമെന്ന് പ്രഖ്യാപിക്കുന്ന മഹാനായ ഉഖബത്ത് ബിൻ നാഫിഉ റഹിമഹുല്ലാഹ്. മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന 19 വയസ്സുകാരനാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന അമവി ഭരണകൂടത്തിന്റെ ഭരണാധിപൻ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക്, സിന്ധിലേക്ക് മുസ്ലിം സൈന്യം കടന്നു വരുമ്പോൾ അതിന്റെ തലവൻ 19കാരനായിരുന്നു. ഉഖബത്ത് ബിൻ നാഫിഉ ആഫ്രിക്ക ചുറ്റി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഓരത്ത് നിന്ന് ഈ വാചകങ്ങൾ പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന്റെ പ്രായം 22 വയസ്സായിരുന്നു. ഇവിടെ 18കാരുണ്ട്, 19കാരുണ്ട്, 20കാരുണ്ട്, 30കാരുണ്ട്, 35കാരുണ്ട്, 40കാരുണ്ട്. സുഹൃത്തുക്കളെ, നാം എന്താണ് ചെയ്തത്? നാം എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം ചെലവഴിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും അടുത്ത അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ പ്രവാചകന് വേണ്ടി ആരാണ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്? അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അവർ മുസ്ലിമാകുമ്പോൾ അവരുടെ പ്രായം എത്രയാണെന്നറിയാമോ? 14 വയസ്സായിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹയുടെ മാതൃക പിന്തുടരാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് സാധിക്കുമോ? ഞാൻ പറയുന്നത്, ഇവിടുത്തെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ്, ഇവിടെ പുതിയ കാലത്തിന്റെ ന്യായം പറഞ്ഞ് നമ്മെ വേറെ ഒരു ലോകത്തേക്ക് വഴി നയിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ എന്താണ് ഈ സമൂഹത്തിന് കൈമാറിയത്? ഏതു തരത്തിലുള്ള യുവാക്കളെയാണ് അവർ ഉൽപ്പാദിപ്പിച്ചത്? അവർ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്ര അപകടകരമാണ്! ആ തരത്തിലല്ല ഒരു യുവ സമൂഹത്തിന്റെ സഞ്ചാരമുണ്ടാകേണ്ടത്, മുന്നോട്ടുള്ള ഗമനമുണ്ടാകേണ്ടത്, അല്ലേ? നോക്കൂ നിങ്ങൾ, വൃദ്ധസദനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സമൂഹത്തെ ഈ ലോകത്ത് നമ്മൾ കാണുകയാണ്. എന്നിട്ട് ആളുകൾ അതിനെ പിന്തുണക്കുകയാണ്, അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. മുസ്ലിം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നുകൊണ്ട് വൃദ്ധസദനങ്ങളെ ഓൾഡ് ഏജ് ഹോം എന്ന ഒരു ആംഗലേയ ഭാഷയിലെ നാമം ഇട്ടുകൊടുത്ത് ഇതാണ് പുരോഗമനം, ഇതാണ് പുതിയ കാലം,
ഇങ്ങനെ ഇനി നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന, ജീവിതത്തിന്റെ സായം സന്ധ്യയിലെത്തുന്ന ഉമ്മയെ ഉപ്പയെ കൂലിക്ക് കൊടുത്ത് ഒരാളുടെ കയ്യിലേൽപ്പിച്ച് തിരിച്ചു പോരുന്ന, ഞാൻ ഈ നാട്ടിൽ ഈ കാലത്ത് ജീവിക്കാൻ ഞാനാണ് യോഗ്യനെന്ന് വിഡ്ഢിത്തം പറയുന്നവരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മരുന്ന് കൊണ്ടാണോ ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നത്? വേദനകൾ അലിഞ്ഞില്ലാതായി തീരുന്നത് സ്വന്തം മകന്റെ മകളുടെ ആശ്വാസവാക്കുകളോടെ എടുത്തു തരുന്ന മരുന്നിന് നൽകാൻ കഴിയുന്ന വേദനയുടെ ശമനത്തെക്കാൾ മറ്റെന്താണ്? ഏതു ശമനമാണ് ഒരു മനുഷ്യന് ലഭിക്കുക? ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മകൻ ചൊല്ലിക്കൊടുക്കുന്ന വപ്പ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉമ്മ പ്രഖ്യാപിക്കൂ പറയൂ ഉരുവിടൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വിശ്വാസിയുടെ സ്വപ്നം ഒരിക്കലും പൂവണിയാൻ പാടില്ലാത്ത പുതിയ ഒരു കൾച്ചറിനെ ഇവിടെ ചില ആളുകൾ പുതിയ കാലത്തിന്റെയും പുരോഗമനത്തിന്റെയും ന്യായം പറഞ്ഞു കൊണ്ടുവരുമ്പോ അതിൽ നിന്ന് വഴിമാറി അള്ളാഹുവിന്റെ സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. നോക്കൂ, ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ആശയം അത് ഈ സമൂഹത്തിനുണ്ടാക്കുന്ന പരിക്കെത്രയാണ്, അത് ഈ ലോകത്തുണ്ടാക്കുന്ന ദുരന്തം എത്രയാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങളുടെ വ്യാപ്തിയും ആഴവും എത്രയാണ്. ഒരിക്കലും ഐഹിക ജീവിതത്തിൽ മനുഷ്യന് സമാധാനമോ സുരക്ഷിതത്വമോ നൽകുകയില്ലെന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് വിജയം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമലാ. നന്മ ചെയ്തു ജീവിക്കുന്ന, വിശ്വാസം ശരിപ്പെടുത്തി നന്മ ചെയ്തു ജീവിക്കുന്ന ഒരു മനുഷ്യന്റെയും നന്മയെ, പ്രതിഫലത്തെ നാം നഷ്ടപ്പെടുത്തുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കിൻ, യൂറോപ്പിലേക്ക് നോക്കാനാണ് പറയുന്നത്, അമേരിക്കയിലേക്ക് നോക്കാനാണ് പറയുന്നത്. അവിടെയാണ് പുതിയ കാലത്തിന്റെ പുതിയ സംസ്കാരമുള്ളതെന്നാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും പുരോഗമനം പ്രാപിച്ച ആളുകളുള്ളതെന്നാണ് പറയുന്നത്. എന്തു പുരോഗമനമാണ് അവിടെയുള്ളത്? ഈ പറയുന്ന പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ്, പുതിയ കാലത്തിന്റെ പേര് പറഞ്ഞ്, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അവിടെ പ്രചരിപ്പിച്ച ആശയങ്ങൾ, അവർ ഇത്തരം ആശയങ്ങളെ പുണർന്നപ്പോൾ അവിടെയുണ്ടായ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ തിക്തഫലങ്ങൾ ആ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ കുടുംബങ്ങൾ ശിഥിലമാവുകയാണ്. അവിടെ ഓർഫനുകൾ, അനാഥ മക്കൾ പെരുകുകയാണ്. അവിടെ സ്ത്രീ സമൂഹം അടിച്ചമർത്തപ്പെടുകയാണ്. സ്ത്രീ പുരുഷ സമത്വമാണ് ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ന്യായമായി പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ സ്ത്രീ സമൂഹം ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന, അസമത്വം നേരിടുന്ന ഒരു രൂപത്തിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ മാറി വരികയാണ്. ഇവിടെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് ആളുകളെ വഴിതെറ്റിക്കുമ്പോ, യുവാക്കളെ വൃത്തികെട്ട ഒരു ജീവിതത്തിലേക്ക്, സംസ്കാരത്തിലേക്ക് തള്ളിവിടുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്താകമാനം പുരോഗമനം യൂ ടേൺ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, റഷ്യയിൽ നിന്ന് ഈ അടുത്തു വന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. LGBTQIA+ എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രയോഗിച്ച വാചകം എന്താണ്? LGBT എക്സ്ട്രീമിസം എന്നാണ്, LGBT തീവ്രവാദം എന്നാണ്. ഇവിടെ പാഠ്യപദ്ധതികളിലൂടെ, മാധ്യമ വാർത്താ ചാനൽ ചർച്ചകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, പലതരത്തിലുള്ള വ്ലോഗുകളിലൂടെ, വെബ് സീരീസുകളിലൂടെ, സിനിമകളിലൂടെ വൃത്തികെട്ട ഒരു സംസ്കാരത്തെ കുടിയിരുത്താൻ ബോധപൂർവം ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോ ഇതാ ഫ്രാൻസ് ഇൻസെസ്റ്റ് സെക്സ് പോലെയുള്ള ആ ഏറ്റവും മോശമായ സംസ്കാരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. റഷ്യ അതിനെ ഭീകരവാദമാണെന്ന് അവിടുത്തെ കോടതി പ്രഖ്യാപിക്കുകയും ഈ രാജ്യത്തത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പുതിയ കാലത്തെ നേരിടാൻ, സാമ്പത്തിക സംവിധാനങ്ങളെ ക്രമീകരിക്കാൻ ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്ന ഒരാശയത്തെ കൊണ്ടുവന്നു. എന്താ സംഭവിച്ചത്? അതിൻ്റെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് നടപ്പിലാക്കിയ രാജ്യമായിരുന്നു ചൈന. ചൈനയിലെ അവസ്ഥ എന്താ? നമുക്കൊരു കുട്ടി മതി എന്ന് പ്രഖ്യാപിച്ചു. ഇന്നവിടെ യുവാക്കളില്ല, വൃദ്ധന്മാരുടെ ഒരു ലോകമായി ചൈന മാറി. ഒരു കുട്ടി മതി എന്ന് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ ആൺകുട്ടിയെ തെരഞ്ഞെടുത്തു.
ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ അവിടെ യുവതികളില്ല. അവസാനം 2015 ഒരു കുട്ടി എന്ന് പറയുന്ന നയം ചൈന തിരുത്തുകയാണ്. എന്നിട്ട് 2 കുട്ടി എന്ന സംവിധാനത്തിലേക്ക് മാറുകയാണ്. അവസാനിക്കുന്നില്ല. 2021 വീണ്ടും ചൈന പിന്നോട്ട് പോയി. 3 കുട്ടി എന്ന ഒരു നയത്തിലേക്ക് അവർ തിരിച്ചു പോന്നു. ചൈനയിൽ മാത്രമല്ല, ഫിൻലാൻഡിൽ, എസ്റ്റോണിയയിൽ, ഇറ്റലിയിൽ, ജപ്പാനിൽ, സ്പെയിനിൽ, സ്വീഡനിൽ, ഫ്രാൻസിൽ, റഷ്യയിൽ ഈ രാജ്യങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില വാചകങ്ങൾ ഉണ്ടാകും. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ ഒന്നിലധികം പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഡോളറുകൾ സമ്മാനം നൽകുകയാണ്, ഫ്ലാറ്റുകൾ ഓഫർ ചെയ്യുകയാണ്. മനുഷ്യബുദ്ധിയിൽ ഉണ്ടായി വന്ന പുരോഗമനത്തിന്റെയും ആസൂത്രണത്തിന്റെയും പേരിൽ ഉണ്ടാക്കിയെടുത്ത സൃഷ്ടാവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ തകർന്നു തരിപ്പണമാകുന്നത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുകയാണ്. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ വ്യക്തമായ ഒരു വഴിയുണ്ട്. സൃഷ്ടാവിന്റെ മാർഗനിർദ്ദേശമുണ്ട്. നമ്മുടെ കൗമാരത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ആ വഴിയിലൂടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കരിയറിസം നമ്മുടെ യുവാക്കളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലുത് വിദ്യാഭ്യാസമാണ്, ഏറ്റവും വലുത് ജോലിയാണ്. പെൺകുട്ടി, നീ പഠിക്കുകയാണ് വേണ്ടത്, നിനക്ക് കുടുംബം വേണ്ട, നീ ഇപ്പൊ വിവാഹം ചെയ്യണ്ട. കുടുംബം എന്നത്, കുട്ടികൾ എന്നുള്ളത് അതൊരു പ്രശ്നമാണ്, അതൊരു പാരതന്ത്ര്യമാണ്. എൻ്റെ വാക്കുകളെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിനെതിരല്ല. ഈ കേരളീയ സമൂഹത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവം തീർത്തവരാണ് ഇവിടുത്തെ സലഫികൾ, മുജാഹിദുകൾ. നമ്മൾ സ്ത്രീ ജോലിക്ക് പോകുന്നതിനെതിരല്ല, സ്ത്രീ കച്ചവടം ചെയ്യുന്നതിനെതിരല്ല. അതൊക്കെ മതം അനുവദിച്ചു കൊടുത്തതാണ്. പക്ഷേ ഏറ്റവും വലുത് ഒരു മനുഷ്യന്റെ, ഒരു യുവതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ജോലി മാത്രമാണെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് സ്ത്രീയെ കൊണ്ട് വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയും ചെയ്യിക്കുകയും സ്ത്രീയെ വരിഞ്ഞു മുറുക്കുകയും പ്രസവത്തിന്റെ മുലയൂട്ടലിന്റെ മാനസിക മെൻസസിന്റെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവർ വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരണമെന്ന ഒരു അനീതി അവളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ആ കരിയറിസത്തിന്റെ ചതിക്കുഴികളെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, യൂറോപ്യൻ നാടുകളിൽ ട്രാഡ് വൈഫ് എന്ന് പറയുന്ന ഒരു പുതിയ ക്യാമ്പയിൻ നടക്കുകയാണ്. എന്താ പറയുന്നത്? ട്രാഡിഷണൽ ഭാര്യയാകാൻ, കുട്ടികളെ നോക്കി, കുടുംബം നോക്കി ജീവിക്കുന്ന പുതിയ ഒരു ഭാര്യയാകാൻ ആളുകൾ ആഗ്രഹിക്കുകയാണ്. സ്ത്രീകൾ അതിലേക്ക് തിരിച്ചു പോരുന്ന ഒരു കാഴ്ച ലോകത്ത് ഈ പുരോഗമനം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൂവിട്ട് പൂത്തുലഞ്ഞ് അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച ആളുകൾ യു ടേൺ എടുക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവർ തിരിഞ്ഞു നടക്കുന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കിൻ, ചൈനീസ് പ്രസിഡന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ചർച്ച ചെയ്തൊരു വാചകം, അദ്ദേഹം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിമൻസ് കോൺഫറൻസിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു വാചകമുണ്ട്. ഇനി മുതൽ സ്ത്രീകൾ വീടുകളിലേക്ക് പോകണം, അവർ വൈവാഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകണം, അവർ കുട്ടികളെ നോക്കി ജീവിക്കണം എന്ന് പറയുന്ന ഒരു തിരുത്തിലേക്ക് ചൈനീസ് പ്രസിഡന്റ് പോയത് ലോകം ചർച്ച ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ചില നരേഷനുകളാണ്. മനോഹരമായി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന ഇത്തരം ആശയങ്ങൾ അതിൽ വഞ്ചിതരാകുമ്പോൾ നഷ്ടപ്പെടുന്നത് നല്ല കുടുംബ സംവിധാനമാണ്, നല്ല സുരക്ഷിതമായ സാമൂഹിക ഘടനയാണ്, മനുഷ്യന്റെ ദീനാണ്, ആത്യന്തികമായി മനുഷ്യന്റെ പരലോകമാണ്, സമാധാനപൂർണമായ ഒരു ജീവിതമാണ്. അത്തരം വഴികളിൽ നിന്ന് അള്ളാഹുവിന്റെ സൃഷ്ടാവിന്റെ വഴിയിലേക്ക് തിരിച്ചു നടക്കുമ്പോഴാണ് ഒരു യുവത്വം സാർത്ഥകമാകുന്നത്, യഥാർത്ഥ യുവാവായി തീരുന്നത്. കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, നാടിന്റെ, നാട്ടുകാരുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അന്തസ്സോടുകൂടി ജീവിക്കുന്ന യുവാക്കളാകണം എന്നതാണ് ഈ യൂത്ത് കോൺഫറൻസിന് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.